الله أكبر الله أكبر. السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, പരിശുദ്ധ റമളാനിൻ്റെ പവിത്രവും പരിപാവനവുമായ പുണ്യം നിറഞ്ഞ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ റമളാനിൽ നമ്മൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും മഹത്തരമായ കർമ്മം എന്താണ് എന്ന് ചോദിച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ അത് വളരെ വ്യക്തമായിട്ട് പരിചയപ്പെടുത്തി. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ വമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫലിയസുംഹു. ഈ പവിത്രമായ മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നമുക്ക് ഇറക്കി തന്നത്. ആ പരിശുദ്ധ ഖുർആൻ സന്മാർഗമാണ്, സത്യാസത്യ വിവേചനത്തിനുള്ള മാർഗമാണ് ഈ പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് അള്ളാഹു വളരെ വ്യക്തമായിട്ട് മനുഷ്യനോട് പറയുന്നത്, ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫലിയസുംഹു. ഈ മാസത്തിൽ നിങ്ങൾ സാക്ഷികളായാൽ നിങ്ങൾ വ്രതമനുഷ്ഠിച്ചു കൊള്ളുക. അപ്പോൾ പരിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വ്യക്തിക്കാണ് പരിശുദ്ധ റമളാനിൻ്റെ പവിത്രത, അതുപോലെ തന്നെ അതിൻ്റെ പരിപൂർണത ലഭിക്കുകയുള്ളൂ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങൾ ഒഴിവാക്കാൻ തയ്യാറാണ്, രാത്രി നമസ്കരിക്കാൻ തയ്യാറാണ്, അതോടൊപ്പം മറ്റ് അമലു സ്വാലിഹാത്തുകളൊക്കെ ചെയ്യാൻ തയ്യാറാകുമ്പോഴും നമ്മുടെ പള്ളികൾ അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നാം ഇന്ന് കണ്ടുവരുന്നത് ഖുർആനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരവസ്ഥയിൽ നിന്ന് സമൂഹം മെല്ലെ മെല്ലെ അകന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സത്യവും അസത്യവും വേർതിരിച്ച് കാണിച്ചു തരാനുള്ള ഈ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ നിന്നുള്ള വ്യതിചലനവും ആ ഗ്രന്ഥത്തിൽ നിന്നുള്ള പിന്നോട്ടുള്ള പോക്കുമാണ് ഇന്ന് ലോകത്ത് നാം കാണുന്ന സർവ്വവിധ തിന്മകളുടെയും കാരണമെന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം എല്ലാ തിന്മകളും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്താണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. ആ തിന്മകളുള്ള കാലഘട്ടത്തിലുള്ള ജനങ്ങളെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സംസ്കരിച്ച് ഏറ്റവും ഉത്തമന്മാരാക്കി മാറ്റി. റളിയല്ലാഹു അൻഹും വറളു അൻഹും എന്ന് പറയപ്പെടുന്ന അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട, അള്ളാഹു തൃപ്തിപ്പെട്ടവരാക്കി തീർത്തത് ഈ ഖുർആൻ കൊണ്ടാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. മുൻപ് വളരെയധികം അക്രമത്തിലായിരുന്ന, വഴികേടിലായിരുന്ന ഒരു ജനവിഭാഗത്തെ ഈ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്ത് സംസ്കരിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകൻ. ആ സംസ്കരണം ആരിലൊക്കെ ലഭിച്ചുവോ ആ സംസ്കരണം ലഭിച്ച വ്യക്തികളെ പരാമർശിക്കാതെ ഇന്ന് ഒരു മതപ്രഭാഷണം അവസാനിപ്പിക്കാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയത് ആ ഖുർആനിൽ നിന്ന് അവർ പ്രചോദനം ഉൾക്കൊണ്ടു. ഖുർആനിൽ എന്താണോ പറഞ്ഞത് അത് കേൾക്കാൻ അവർ തയ്യാറായി. ഖുർആൻ എന്താണോ വർജിക്കാൻ പറഞ്ഞത് അത് ഒഴിവാക്കാൻ തയ്യാറായി. ഖുർആൻ എന്താണോ എടുക്കാൻ പറഞ്ഞത് അത് എടുക്കാൻ അവർ തയ്യാറായി. ഖുർആൻ എന്താണോ കൊടുക്കാൻ പറഞ്ഞത് അത് കൊടുക്കാൻ അവർ തയ്യാറായി. അപ്പോൾ അവർ മൊത്തത്തിൽ ഖുർആനിൻ്റെ ആളുകളായിട്ട് ജീവിച്ചു എന്നുള്ളതാണ് ഈ ഖുർആനിൻ്റെ ഏറ്റവും പവിത്രമായ ഒരു വലിയ സന്ദേശം. അതോടൊപ്പം ഈ പവിത്രമായ മാസത്തിൽ ഈ ഖുർആനുമായിട്ട് ബന്ധപ്പെടാനും
ആ ഖുർആനിൻ്റെ അർത്ഥ സഹിതമുള്ള ഭാഗങ്ങൾ വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാകുമ്പോൾ ആ തയ്യാറാകുമ്പോഴാണ് ഈ റമളാനിന് ജീവൻ ഉണ്ടാകുന്നത്. റമളാനിന് ജീവൻ ഉണ്ടാകുന്നത് ഖുർആനുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ്, ഖുർആൻ കേൾക്കുമ്പോഴാണ്, അത് വായിക്കുമ്പോഴാണ്, അത് മനസ്സിലാക്കുമ്പോഴാണ്, അതൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ഈ പരിശുദ്ധ റമളാൻ അതിനുതകുന്ന ഒരു മാസമാക്കി മാറ്റാൻ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ എത്തുന്ന സമയത്ത് നരകത്തിലേക്ക് പോകാൻ നിൽക്കുന്ന ആളുകളോട് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത്, യാ ഖൗമി ഇത്തഖദ ഹാദൽ ഖുർആനി മഹ്ജൂറ, എൻ്റെ സമൂഹമേ, നിങ്ങൾ ഈ ഖുർആനിനെ വല്ലാതെ അങ്ങോട്ട് അവമതിച്ച് കളഞ്ഞല്ലോ. അപ്പോൾ ഒരു മനുഷ്യൻ നരകത്തിൽ പോകാനുള്ള കാരണമായിട്ട് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് ഈ ഖുർആനിനെ അവമതിച്ച് കളഞ്ഞു എന്നാണ്, അതിനെ അവഗണിച്ച് കളഞ്ഞു എന്നാണ്. ഖുർആനുമായിട്ട് ആരൊക്കെ എപ്പോഴൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചിട്ടുണ്ടോ അവരുടെ ജീവിതം കൃത്യമായ, അതുപോലെ തന്നെ അവരാഗ്രഹിച്ചതുപോലെ സമ്പൂർണമായ, അവരുടെ കുടുംബം സമാധാനപൂർണമായ, അവരുടെ സമ്പാദ്യം ഹലാലായ മാർഗത്തിൽ ഇങ്ങനെയെല്ലാം മാറ്റിത്തീർക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, അവർ ജനങ്ങൾ അംഗീകരിക്കുകയും ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു എന്ന ഒരു വസ്തുത കൂടി ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയതിനനുസരിച്ച് ഖുർആനുമായിട്ട് ബന്ധപ്പെടാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.